ഫ്ലാഷ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് വളരെയധികം ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഭയാനകം ജനിപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ വന്നുകൊണ്ടിരിക്കുന്നതുമായ ഒരു അസുഖമാണ് പ്രമേഹം, അതായത് നമ്മുടെ ഷുഗർ. പണ്ടൊക്കെ ഈ ഷുഗർ വന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം 35-40 വയസ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഓരോരുത്തർക്ക് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ കാലങ്ങളൊക്കെ ഒരുപാട് മാറി, ഓരോരുത്തരുടെ ജീവിത സാഹചര്യം മാറി. അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ ഈ ഷുഗർ പേഷ്യൻറ്റിന് ഏജ് ലിമിറ്റ് ഇല്ല എന്ന് പറയാം. എന്ന് വെച്ചാൽ സാധാരണ കൊച്ചു പിള്ളേർക്ക് വരെ ഇന്ന് ഷുഗർ വരുന്നുണ്ട്. ഷുഗറിൻ്റെ ഒരു 80% ഷുഗർ വരുന്ന പേഷ്യൻസും അവരുടെ ജീവിതശൈലി കൊണ്ട് തന്നെയാണ്. ബാക്കിയുള്ള കുറച്ച് ശതമാനം എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് വരുന്നവരുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള അസുഖങ്ങൾ, അവരുടെ ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ കാരണമൊക്കെ വരുന്നുണ്ട്. എന്താണെങ്കിലും 80% എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതശൈലി തന്നെയാണ്. അവർ കഴിക്കുന്ന ഫുഡ്, അല്ലെങ്കിൽ അവർ കഴിക്കുന്ന മറ്റുള്ള സാധനങ്ങൾ, അവരുടെ എക്സസൈസ് ഇല്ലായ്മ എന്നുകൊണ്ട് അങ്ങനെ പല 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 റീസൺസും. എന്താണെങ്കിലും ഇങ്ങനെ ഒരു ഷുഗർ പേഷ്യൻ്റ് ഷുഗർ വന്നു കഴിഞ്ഞാൽ സാധാരണമായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോഫി, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കോഫി കുടിക്കുന്നതിന് അവന് ഷുഗർ ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, അവൻ സാധാരണമായിട്ട് ചെയ്യുന്നത് ഷുഗറിന് പകരം ഷുഗർ ടാബ്ലറ്റ് എന്ന് പറഞ്ഞ വിപണിയിൽ കിട്ടുന്ന ഒരു സാധനമാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലത്തെ ഒരു ഷുഗർ ടാബ്ലറ്റിൻ്റെ ഒരു സാധനമാണ് മേടിക്കുക. ഇതിപ്പോൾ ഒരു കമ്പനി, ഇതുപോലെ തന്നെ പല കമ്പനിയുടെ ഷുഗർ ടാബ്ലറ്റ് എന്ന് നമുക്ക് വിപണിയിൽ കിട്ടും. ഇതിപ്പം ഒരു കമ്പനിയുടെ എൻജോയ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഷുഗർ ടാബ്ലറ്റാണ്. ഓക്കെ, ഈ ഷുഗർ ടാബ്ലറ്റിൻ്റെ തന്നെ ഇവർ എഴുതിയിട്ടുണ്ട് ഏകദേശം ഒരു ടാബ്ലറ്റ് എന്ന് പറയുന്നത് ഒരു സ്പൂണിൻ്റെ അത്രയും, ഏകദേശം ഒരു സ്പൂണിൻ്റെ അത്രയും, അതായത് ഇങ്ങനെയുള്ള ഒരു ടാബ്ലറ്റ് ഒരു സ്പൂണിൻ്റെ അത്രയും മധുരം തരും എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പം ഇഷ്ടം അനുസരിച്ച്, നമ്മുടെ മധുരത്തിന് ഇഷ്ടം അനുസരിച്ച് 1-2 ടാബ്ലറ്റ് ഇടുന്നുണ്ട്, 4-5 ടാബ്ലറ്റ് ഇടുന്നുണ്ട്. എനിവേ അത് വിടും, കുഴപ്പമില്ല. എന്താണെങ്കിലും ഇങ്ങനെ ഷുഗർ നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ ഈ ടാബ്ലറ്റ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കണ്ടൻറ്റ് എത്ര പേര് വായിച്ച് നോക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ അകത്തെ മെയിൻ ഒരു കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് ഈ ടാബ്ലറ്റിന് ഈ വൈറ്റ് നിറം കിട്ടുന്നതിനും വേണ്ടി മാത്രമുള്ളൊരു കണ്ടൻ്റാണ് ലാക്ടോസ് എന്നറിയാം. ഈ ലാക്ടോസ് എന്ന് നമുക്ക് കിട്ടുന്നത്, അതായത് ഈ ലാക്ടോസ് എന്ന സാധനം കിട്ടുന്ന മിൽക്കിൽ നിന്നാണ്. സോ അതും മെയിൻ കാരണം വെച്ചാൽ ഈ വൈറ്റ് എടുക്കാൻ വേണ്ടി മാത്രമാണ്. ബാക്കി ഇതിൻ്റെ അകത്ത് സ്വീറ്റ്നർ, അതായത് മധുരം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും, അതോടൊപ്പം തന്നെ ഫ്ലേവർ, അതായത് ഓരോ ഫ്ലേവറിലൊക്കെ കിട്ടുന്നുണ്ടോ, സ്ട്രോബെറിയുടെ ഫ്ലേവർ അല്ലെങ്കിൽ മറ്റുള്ള ഫ്ലേവറിലൊക്കെ കിട്ടുക, അതിനു വേണ്ടിയും ഉപയോഗിക്കുന്ന മുഴുവൻ കെമിക്കലാണ്. അതായത് ഇതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് നോർമൽ സ്വീറ്റ്നറായിട്ട് ഉപയോഗിക്കാൻ ഒരു 4-5 സാധനങ്ങൾ പേര് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലേവറിങ് ആയിട്ട് ഒരു 3-4 സാധനങ്ങൾ പേരുണ്ട്. അതായത് സോഡിയം കാർബോക്സി മെത്തേൽ എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ ടാബ്ലറ്റിൻ്റെയും അല്ലെങ്കിൽ ഓരോ ബോട്ടിൻ്റെയും ബാക്കി വായിച്ച് നോക്കി അറിയാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലേവറിങ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കെമിക്കൽസ് ആണ് ചേർത്തേക്കുന്നത്. ഓരോ കമ്പനിയും അവരുടേതായ രീതിയിലാണ് ചേർത്തേക്കുന്നതെന്ന് മാത്രം. അതായത് നമ്മൾ സാധാരണ ഷുഗർ കഴിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കഴിക്കുന്നത് ഇങ്ങനത്തെ ആണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്ന വളരെയധികം ദൂഷ്യം ശരീരത്തിനുള്ള കെമിക്കൽസാണ്. ഈ കെമിക്കൽസ് ഏറ്റവും കൂടുതൽ ദൂഷ്യം ചെയ്യുന്ന നമ്മുടെ ശരീരത്തിൻ്റെ റെസിസ്റ്റൻറ്റ് പവർ കുറയ്ക്കുകയാണ്, അതായത് രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുകയാണ് ഇതുപോലുള്ള ടാബ്ലറ്റ് നമുക്ക് ആദ്യം തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, എന്താണെങ്കിലും ഇങ്ങനെ ഉള്ള, അതായത് ഈ ഷുഗർ പേഷ്യൻസ് ഇത് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ പിന്നെ മറ്റു പലരും ഉപയോഗിക്കുന്ന മറ്റൊരു സാധനം കൂടിയുണ്ട്. ഈ വിപണിയിൽ ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പെപ്സി എന്ന് പറഞ്ഞ ശീതള പാനീയം. ഓക്കെ, ഇന്ന് നമ്മുടെ യുവാക്കൾക്കിടയിൽ നിന്ന് മാത്രമല്ല, ഇന്ന് പ്രായഭേദമന്യേ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പെപ്സി അല്ലെങ്കിൽ കൊക്കക്കോള എന്നൊക്കെ പറഞ്ഞ് ഇതുപോലത്തെ സാധനങ്ങൾ. അപ്പോൾ ഇവരുടെ തന്നെ നോർമൽ സാധനങ്ങളുണ്ട്, നോർമൽ പെപ്സി ഉണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള ഫ്ലേവർ പെപ്സി ഉണ്ട്. അതിനകത്തൊക്കെ വളരെയധികം ഷുഗർ ഉണ്ടെന്നുള്ളത് പബ്ലിക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഷുഗർ പേഷ്യൻ്റ് ആദ്യം തന്നെ പോയി തിരഞ്ഞെടുക്കുന്നത് ഇതുപോലെ പെപ്സി ഡയറ്റ് എന്നൊക്കെ പറഞ്ഞ് കാണുന്ന സാധനം. സത്യമാണ്, ഇതിൻ്റെ അകത്ത് ഷുഗർ കണ്ടന്റ് ഇല്ല, എന്ന് വെച്ചാൽ നോർമൽ ഷുഗർ കണ്ടന്റ് ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇതെവിടെ നിന്നാണ് ഇതിൻ്റെ അകത്തെ ഷുഗർ വരുന്നത്, അതായത് മധുരം വരുന്നത്? നമ്മൾ കുടിച്ച് നോക്കിയാൽ നല്ല മധുരമുണ്ട്, ശരിയല്ലേ? അത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ഇവർ കമ്പനി തന്നെ ഇരുന്നു വളരെയധികം ഇതുപോലെ തന്നെ വളരെയധികം കെമിക്കൽസ് ഇതിൻ്റെ അകത്തുണ്ട്. ഇതിനേക്കാളും കൂടുതലായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, പക്ഷേ നമുക്ക് കണ്ടുപിടിക്കാൻ മാർഗ്ഗമില്ല. അല്ലെങ്കിൽ എന്താണെന്ന് കണ്ടുപിടിക്കാൻ മാർഗ്ഗമില്ല. ഇതിൻ്റെ അകത്തുള്ള ആകെപ്പാടെ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റുന്നു നോർമൽ വെള്ളം എന്ന് മാത്രം പറയാം. ഇതിൻ്റെ അകത്തൊക്കെ ജസ്റ്റ് ഒരു വെള്ളം. ഓക്കെ, അതല്ലാതെ ബാക്കി ഇതിനകത്ത് ഇരിക്കുന്ന സാധനങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് വെച്ചാൽ ഇത് നമുക്ക് എന്താണ് ഇച്ചിരി പ്രഷർ കൊടുത്തേക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. അതായത് നമുക്ക് സോഡ വാട്ടർ കുടിക്കാൻ പോലെ ഒരു സ്പാർക്ലിംഗ് കിട്ടാൻ വേണ്ടി കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ കൂടെ ഉണ്ട്. അതല്ലാതെ ബാക്കി ഇതിനകത്ത് എന്താണെന്ന് അറിയില്ല, ഫുള്ളായിട്ട് കെമിക്കൽ മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും ഇതിൻ്റെ അകത്ത് ഇവർ പറയുന്ന ഈ ഷുഗർ കിട്ടാൻ വേണ്ടി ഇവർ പറയുന്ന കെമിക്കൽ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഓക്കെ, നമുക്ക് ആ പെപ്സിയിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽസ് ഒന്ന് വേർതിരിച്ചെടുക്കാം. ഓക്കെ, അതിനുവേണ്ടി ഇതുപോലൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പെപ്സി ഒഴിക്കാം. ഇനി നമുക്ക് ഒരു അല്പനേരം വെയിറ്റ് ചെയ്യാം. നമ്മൾ ഈ പെപ്സി ഒന്ന് ശരിക്കും
തിളയ്ക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്തായാലും ഇത് ഒരല്പം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കാം. കുറച്ചുകൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട്. ഓക്കെ, ഇപ്പോൾ ഇത് ശരിക്കും തിളച്ച് കഴിഞ്ഞു. ഇപ്പം നമ്മുടെ ആ പെപ്സിയുടെ അവസ്ഥ നിങ്ങൾ കണ്ടു നോക്കി, ഏകദേശം ടാറ് പോലെ. നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റി നോക്കാം. അപ്പോൾ ക്ലിയർ ആയിട്ട് ശരി കാണാൻ പറ്റും. ഓക്കെ, കണ്ടല്ലോ, ഇതാണ് ആ കെമിക്കൽ. അതായത് നമുക്ക് സ്വീറ്റ്നെസ് തരുന്ന, അതായത് മധുരം തരുന്ന ആ കെമിക്കൽ. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ പെപ്സിക്കകത്ത്, അതായത് ഡയറ്റ് പെപ്സിക്കകത്ത് അടങ്ങിയിരിക്കുന്ന മധുരം ചേർക്കുന്നതിന് വേണ്ടി അവർ ചേർത്തിരിക്കുന്ന കെമിക്കൽ ഏകദേശം ടാറ് പോലെയുള്ളതാണെന്ന് കണ്ടല്ലോ. എന്താണെങ്കിലും ഇത് സത്യം പറയാം, ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ശരി ഇതുപോലുള്ള ശീതളപാനീയം ഒഴിവാക്കിയിട്ടും സാധാരണ നമ്മൾ പച്ചവെള്ളം കുടിക്കാൻ ശ്രമിക്കുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ നമ്മൾ ആദ്യം കാണിച്ച ഈ ടാബ്ലറ്റിന് പകരം സത്യം പറഞ്ഞാൽ ഈ ടാബ്ലറ്റ് കഴിക്കാതിരിക്കുക. ഷുഗർ പേഷ്യൻ്റ് ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഷുഗറിനോട് വരാൻ വേണ്ട, ഇനിയിപ്പോൾ എനിക്ക് ഷുഗർ വരണ്ട എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ സത്യം പറഞ്ഞാൽ ഷുഗറിൻ്റെ അംശം കുറയ്ക്കുക. നിങ്ങൾ 2 ടീസ്പൂണൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുക, 1 ടീസ്പൂൺ ആക്കുക, അല്ലെങ്കിൽ ½ ടീസ്പൂൺ ആക്കുക. ഇനി ഷുഗർ പേഷ്യൻ്റ് വളരെയധികം കൂടുതലായിട്ട് ഷുഗർ അവർക്കുണ്ടെങ്കിൽ ഇതുപോലെ ഷുഗർ പൂർണ്ണമായിട്ടും, പഞ്ചസാര പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. പകരം ഇതുപോലത്തെ ടാബ്ലറ്റ് ഒന്നും മേടിച്ച് കഴിച്ചാൽ ഒരു കാര്യമാണ്, നിങ്ങൾക്ക് പിന്നെയും പലതരത്തിലുള്ള അസുഖങ്ങൾ വരും എന്നുള്ളതല്ലാതെ അതുകൊണ്ട് ഒരു ഗുണവും ഇല്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഓക്കെ, എന്താണ് കണ്ടത്? മനോഹരം, കാണാൻ പോകുന്നത് അതിമനോഹരം. നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും, നിങ്ങളുടെ സ്വന്തം ജോബി വയലങ്ക്. അതുവരേക്കും ഷോപ്രായി. കൂടുതൽ വീഡിയോയ്ക്കും വിശകലനങ്ങൾക്കും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ജോബി വയലങ്ക്.